ഹായ് എവരിവൺ, അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുൽക്കൂടാണ്. ഈ കാർഡ്ബോർഡ് പെട്ടികൊണ്ട് നമ്മൾ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ വലിയ ബോർഡ് 58 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. അതിൽ ഞാൻ ഓരോ മടക്കുകൾ കൊടുക്കുന്ന ഭാഗങ്ങൾ സെൻറ്റിമീറ്റർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 30 സെൻറ്റിമീറ്ററും വീതി 16 സെൻറ്റിമീറ്ററും വരുന്ന വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിലെ വോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ കൊടുത്തിരിക്കുന്ന അളവുകളിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ വേറെ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോൾ ആയാലും പിന്നെ കുറച്ചുകൂടി നല്ലത് 7000 ഒരു ഗ്ലൂ കിട്ടും. അത് അത്യാവശ്യം നല്ലതാണ്. 45 രൂപ എന്തോ വരുള്ളൂ, ചെറിയൊരു ടോപ്പ് കിട്ടും അതിൻ്റെ. അത് യൂസ് ചെയ്യുക. അതായാലും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്കായി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് കണ്ടിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഇത് അത്ര എളുപ്പത്തിലാണ് ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊക്കെ ഇത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേൽക്കൂരയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഗ്ലൂ തേക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അപ്പുറത്തേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. ഇതിൽ ബാക്കിലെ ബോൾ നമ്മളിപ്പോൾ വെക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നുള്ളൂ. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇതുപോലെ നീളത്തിൽ കുറച്ച് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ ഷോർട്സിന് വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ ആംഗിൾ ഞാൻ ഷോർട്സിൻ്റെ ടൈപ്പിലാണ് ഇത് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ആ പീസുകളിൽ നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഏതെങ്കിലും ഷേപ്പല്ല, ഇങ്ങനെ തന്നെ വീതിയിലോ കുറച്ച് നീളത്തിലോ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഇത്രയും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടി വന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ ഒട്ടിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ നമ്മുടെ വോളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പീസിലേക്കാണ് ഞാനിത് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള നമ്മുടെ ഭാഗത്തേക്ക് മേൽക്കൂരയും അതിൻ്റെ ഉള്ളിലുള്ള വോൾസിലൊക്കെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പഴയ കാലത്തേക്ക് മതിൽ പോലെയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇത് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേതുപോലെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പെയിൻ്റ് അടിച്ചാൽ സെറ്റാണ്, പുൽക്കൂട് സെറ്റാണ്. കുറച്ചുകൂടി ഒന്നൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുണ്ടാവും ഇത് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഫൈനൽ സംഭവം കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ വോളിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ വോള് ഫിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കവിടെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നേരെ ഇതെടുത്ത് ഫിക്സ് ചെയ്യാം കേട്ടോ. അടുത്തത് ഇനി പെയിൻ്റ് അടിക്കൽ പരിപാടിയാണ്. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മെറ്റാലിക് ബ്രൗൺ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മെറ്റാലിക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ലേ, നോർമൽ ബ്രൗൺ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പുൽക്കൂടിൻ്റെ സംഭവങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ലാസ്റ്റ് ക്രിസ്മസിൻ്റെ തലേദിവസം ഇടാം കേട്ടോ. ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്.